അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഫിഖ്ഹ് ക്ലാസിന്റെ 4-ാമത്തെ ക്ലാസ് ആണിന്ന്. ഇന്ന് യാത്രക്കാരുടെ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. മനുഷ്യൻ യാത്ര ഇഷ്ടപ്പെടുന്നു. യാത്ര ചെയ്യൽ ആവശ്യമായി വരുന്നു. അത് തൊഴിലിന്റെ ആവശ്യത്തിനാകാം, മറ്റ് ആരാധനയുടെ മാർഗത്തിലാകാം, പല രൂപത്തിലും യാത്ര ചെയ്യാറുണ്ട്. മനുഷ്യ ജീവിതം തന്നെ ചിന്തിച്ചാൽ ഒരു യാത്ര തന്നെയാണല്ലോ. ആദിമ മനുഷ്യനും ആദ്യ പിതാവുമായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ പിതാവ് ഇങ്ങനെ വന്നു. അവസാനം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തി. അവിടുന്ന് ഭൂമിയിലേക്ക് നമ്മെ പ്രസവിക്കപ്പെട്ടു. ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉൾഭാഗത്ത് കൊണ്ടുപോയി താമസിക്കുന്നു. അതിനുശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ മറ്റൊരു ഭൂമിയിലേക്ക് നാം താമസിക്കുന്നു. ശേഷം മനുഷ്യന്റെ ഭാഗധേയം നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എവിടെയാണോ അയാൾ എത്തിപ്പെടുന്നതോടുകൂടെയാണ് അയാൾ യാത്ര അവസാനിപ്പിക്കുന്നത്. മരണാനന്തരമുള്ള എല്ലാ മേഖലയിലേക്കുമുള്ള പാതയം ഒരുക്കേണ്ടത് ഈ ഭൂമിയിലെ നശ്വരമായ ഈ കുറഞ്ഞ കാലത്തുള്ള താമസ സമയത്താണ്. ഭൂമിയിലാവട്ടെ നാം നമ്മുടെ ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, രാഷ്ട്രങ്ങളിൽ നിന്ന് മറ്റു രാഷ്ട്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ വലിയ വലിയ വൻകരകളിലേക്കും ഒക്കെ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗരാണിക കാലത്ത് കപ്പലിലൂടെയും അതേപോലെ തന്നെ ഒട്ടകപ്പുറത്ത് ഒക്കെയാണ് യാത്ര ചെയ്യാറുണ്ട്. പിന്നീട് മോട്ടോർ വാഹനങ്ങൾ കണ്ടെത്തി അതിന് യാത്രയായി. ശേഷം വിമാനത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇപ്പം ബഹിരാകാശത്തിലേക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഴയ കാലത്ത് ക്ലേശകരമായ യാത്രയാണെങ്കിലും ഇപ്പം ഇതിനേക്കാൾ മെച്ചപ്പെട്ട യാത്രയാണെങ്കിലും അന്നുള്ള ആനുകൂല്യം ഇന്നും ദീനുൽ ഇസ്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനൊരു സുമാറ് 132 കിലോമീറ്റർ എങ്കിലും യാത്രാ ദൈർഘ്യം ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, ലക്ഷ്യസ്ഥാനത്തേക്ക്. പിന്നെ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കണം. യാത്ര ഹലാലായിരിക്കണം. ഹറാമായ കുറ്റം ചെയ്യുവാനോ തോന്നിവാസം ചെയ്യുവാനോ ഉള്ള യാത്രയാകരുത്. അങ്ങനെ യാത്രയായി കഴിഞ്ഞാൽ അയാൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. അപ്പൊ യാത്രയുടെ ഫിഖ്ഹിൽ എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് രൂപമാണ് പറയാൻ പോകുന്നത്. 2 സമയത്തുള്ള നിസ്കാരത്തെ ഒരു സമയത്ത് നിസ്കരിക്കുന്നതിന് ജംഉ എന്നും, 4 റക്അത്ത് നിസ്കാരത്തെ 2 റക്അത്തായിട്ട് ചുരുക്കുന്നതിന് ഖസ്ർ എന്ന് പറയുന്നു. ളുഹറിനെയും അസറിനെയും ഒരു സമയത്ത് നിസ്കരിക്കാം. ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് അസറും കൂടെ കൂട്ടി നിസ്കരിക്കുകയാണെങ്കിൽ അതിന് മുന്തിച്ച് ജംഉ എന്നും, ളുഹറിന്റെ അസറിന്റെ സമയത്തേക്ക് പിന്തിക്കുകയാണെങ്കിൽ അതിന് പിന്തിച്ചു ജംഉ എന്ന് പറയുന്നു. ആദ്യത്തിന് മുന്തിച്ചു ജംഇന് ളുഹർ നിസ്കരിക്കുമ്പോൾ തന്നെ സലാം വീട്ടുന്നതിന്റെ മുമ്പായിട്ട് ഇയാൾ കരുതണം, ഞാൻ അസറിനെ ഇതിന്റെ കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതണം. കരുതാതെ സലാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആനുകൂല്യം പറ്റാൻ കഴിയുകയില്ല. അങ്ങനെ സലാം വീട്ടിയ ഉടനെ ളുഹർ അസറിനെ ഞാൻ ഇതാ ളുഹറിനൊപ്പം ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അവയ്ക്കിടയിൽ കൂടുതൽ താമസം ഉണ്ടാകരുത്. പെട്ടെന്ന് തന്നെ അത് നിസ്കരിക്കുക. ഇതാണ് അതിന്റെ നിബന്ധന. മഗ്‌രിബും ഇശാവും ഇതേപോലെ അവസ്ഥ തന്നെയാണ്. ഇശായുടെ മഗ്‌രിബിന്റെ സമയത്ത് നിസ്കരിക്കുമ്പോഴുള്ള നിയ്യത്ത് അവസ്ഥ ഇത് തന്നെയാണ്. ഇനി പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ, ളുഹറിന് അസറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹർ സമയം ഖളാ ആകുന്നതിന് മുമ്പ്, ഏറ്റവും ചുരുങ്ങിയ റക്അത്തെങ്കിൽ നിസ്കരിക്കാൻ സമയമുണ്ട്, ആ സമയത്തിന്റെ മുമ്പായിട്ട് ഞാൻ അസറിലേക്ക് ളുഹറിനെ പിന്തിച്ചു എന്ന് കരുതണം. അല്ലെങ്കിൽ മഗ്‌രിബിനെ ഞാൻ ഇശായിലേക്ക് പിന്തിച്ചു എന്ന് കരുതണം. ആ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ളുഹറും അസറും ഒന്ന് നിസ്കരിച്ചതിന് ശേഷം മറ്റൊന്ന് നിസ്കരിക്കുക. ഇതാണ് പിന്തിച്ച് ജമ്മാക്കൽ. അതിന് പ്രത്യേകമായ നിയമങ്ങളൊന്നുമില്ല. ഈ സമയമാകുമ്പോൾ മനസ്സിൽ കരുതിയാൽ മതി. ഇനി കസൂറാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 ആക്കി നിസ്കരിക്കുന്നതിനാണ് കസുർ എന്ന് പറയുക. അത് ളുഹർ, അസർ, ഇശാ ഇങ്ങനെ 3 നിസ്കാരങ്ങളാണ്. അപ്പം നീ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ളുഹറിനെ 2 റക്അത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഇയാൾ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല. അഥവാ തുടർന്നു പോയാൽ ഇയാൾ പൂർത്തിയായി നിസ്കരിക്കേണ്ടി വരും. ഇതാണ് ഖസ്ർ. ഇശ ആയാലും അസർ ആണെങ്കിലും ഇതേ നിയ്യത്ത് ചെയ്ത് അങ്ങനെ നിസ്കരിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ യാത്ര ഉണ്ടെങ്കിൽ 200 കിലോമീറ്റർ എങ്കിലും ഈ യാത്രാ ദൈർഘ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ചുരുക്കി നിസ്കരിക്കലാണ് അഫ്ളൽ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ തങ്ങളുടെ നിയമപ്രകാരം അവരുടെ മദ്ഹബിൽ ഇതേ പറ്റുള്ള
ദീർഘമായ യാത്രക്ക് കസ്റാക്കി നിസ്കരിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് നിസ്കരിച്ചത് എന്നാണ്. എന്നാൽ ഇന്ന് ഹജ്ജിന് പോകുന്ന ആൾ ഹറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വെച്ചിട്ടാണ് മഗ്രിബും ഇശാവും നിസ്കരിക്കൽ. അതല്ലെങ്കിൽ അപ്പോ ഈ നിസ്കാരം യാത്രയുടെ ആനുകൂല്യമാണോ ഹജ്ജിന്റെ ആനുകൂല്യമാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. ഷാഫി മതം പ്രകാരം അത് യാത്രയുടെ ആനുകൂല്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ യാത്രക്കാരങ്ങൾ ആ ആനുകൂല്യം പറ്റാം. എന്നാൽ മറ്റു ചില മദ്ഹബുകളിൽ പറയുന്നത് ഹജ്ജിന്റെ കർമ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് യാത്രക്കാരനാരും അല്ലെങ്കിലും ഇത്ര ദീർഘമായ യാത്ര ഇല്ലെങ്കിലും അവർക്കൊക്കെ ഈ ആനുകൂല്യം പറ്റാ എന്നുള്ള പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. നാം ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സ്ഥലത്ത് 4 ദിവസം ചുരുങ്ങി താമസിക്കുമെന്ന് കരുതിയാൽ അവിടത്തോടുകൂടി യാത്ര അവസാനിച്ചു. പിന്നെ ഈ ആനുകൂല്യം പറ്റാൻ പാടില്ല. ഇനി ഒരു സ്ഥലത്ത് പോയി ഈ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇന്ന് കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും, ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആ ദീർഘം അഡ്രസ് ഇല്ലാതെ പോകും 18 ദിവസം വരെ ഈ യാത്രയുടെ ആനുകൂല്യം പറ്റാം. ഈ യാത്ര ചെയ്യുന്ന ആള് ഈ ആനുകൂല്യം പറ്റേണ്ടത് അവനവന്റെ നാടിന്റെ അതിർത്തി വിട്ടു കിടക്കുമ്പോഴേ പറ്റുകയുള്ളൂ. വീട്ടിൽ നിന്ന് തന്നെ ഈ ജമ്മു കസൂറാക്കി നിസ്കരിക്കാൻ പാടില്ല. ഇതാണ് യാത്രക്കാരന്റെ ഇളവുള്ള നിസ്കാരം. വിശുദ്ധ ഖുർആനിലും കാണാം, തിരുസുന്നത്തിലും ഒക്കെ കാണാം ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചായിട്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ 4-ാം അധ്യായത്തിൽ പറയുന്നു, ഇദാ ദറബ്തും ഫിൽ അർളി, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഫലൈസ അലൈക്കും ജുനാഹും അല്ലാ തഖ്സുറു, നിസ്കാരം ചുരുക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസല്ലിൽ ളുഹ്റ വൽ അസ്റ വൽ ഇശാ റകഅതൈനി ഫി സഫർ, യാത്രയിൽ അങ്ങനെയായിരുന്നു 2 റകഅത്തായിട്ട് നിസ്കരിച്ചത് എന്ന്. ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ട ഇത് വലിയൊരു സൗകര്യമാണ്. ഇന്നത്തെ യാത്രാ സമയത്തൊക്കെയും 2 സമയത്തും നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുവാനും സമയത്തിന് തന്നെ കൃത്യമായി നിസ്കരിക്കുവാനും ഒക്കെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ആരാധനകളുടെ പോരായ്മകളൊക്കെയും അള്ളാഹു പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.